നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കാർഷിക ബില്ല് വന്നപ്പോഴാണ് ഈ ഹരിയാനയിൽ നിന്നും പഞ്ചാബിൽ നിന്നും കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത് ഇപ്പോഴും സമരം നടന്നുകൊണ്ടിരിക്കുക. ഈ മറ്റു വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ മീഡിയ അത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. അല്ല, അവർ ബില്ല് പിൻവലിച്ചായിരുന്നു. ആ ബില്ല് പിൻവലിച്ചെങ്കിലും അതിനകത്തുള്ള വിഷയം എന്ന് വെച്ചാൽ ഈ നോർത്ത് ഇന്ത്യയിൽ സബ്ജി മണ്ഡി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. നമ്മുടെ കർഷക ഓപ്പൺ മാർക്കറ്റുകളാണ്. ഇപ്പം ഞാൻ പുറപ്പുഴ പഞ്ചായത്തിൽ ഞാൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കൃഷിക്കാർക്ക് ആ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കണമെങ്കിൽ പുറപ്പുഴയിൽ ഒരു സബ്ജി മണ്ടിയുണ്ട്. അവിടെ ഈ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ഒരു തറവില നിശ്ചയിച്ചിട്ടുണ്ട്. കർഷകന് ലാഭം ഉറപ്പാക്കിയിട്ടേ അവിടെ കച്ചവടം നടക്കുകയുള്ളൂ. അപ്പം മോദി ഗവൺമെൻറ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ ഈ ബില്ലിന് ഭേദഗതി വന്നതോടൊപ്പം കോർപ്പറേറ്റുകൾക്ക് ഈ മണ്ടികളിലേക്ക് ആക്സസ് കൊടുക്കും. അപ്പം കോർപ്പറേറ്റ് ആദ്യം വരുമ്പോൾ എന്താ ചെയ്യണേ? ഇപ്പം തക്കാളി 1 കിലോ സബ്ജി മണ്ടിയിൽ 15 രൂപയാണെങ്കിൽ കോർപ്പറേറ്റ് 20 രൂപ മേടിക്കും. എന്നിട്ട് അവരങ്ങ് മോണോപ്പൊളൈസ് ചെയ്യും. അവരിത് മൊത്തം ആ കോർപ്പറേറ്റ് അങ്ങ് കൈയടക്കി കഴിയുമ്പോഴത്തേക്കും പിന്നെ ബാക്കിയെല്ലാം പൂട്ടി പോകും. പിന്നെ അവർ പറയുന്ന വിലയാണ്. അതുകൊണ്ടാണ് ഇവർ സമരം ചെയ്തുകൊണ്ടിരുന്നത്. അതേ വ്യവസ്ഥിതി എന്തുകൊണ്ട് കേരളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല? ആ കാർഷിക വകുപ്പ് എന്ന് പറയുന്നതിന് അതിനകത്ത് റിസർച്ച് എന്നും പറഞ്ഞ് എത്ര ഡിപ്പാർട്ട്മെന്റ്, 65 ഡിപ്പാർട്ട്മെന്റാണ് ഉണ്ട്. കൃഷി വകുപ്പ് റിസർച്ച്, ഏതെങ്കിലും ഒരു റിസർച്ച് വകുപ്പിൽ നിന്ന് എന്തെങ്കിലും കർഷകന് ഗുണമുള്ള എന്തെങ്കിലും കണ്ടോ? ആ ഫണ്ടെല്ലാം കൂടെ പ്രൊക്യൂർമെന്റും അതുപോലെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്. നമുക്ക് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്